ന്യൂസ് ലൈവ് കൊച്ചിയിലേക്ക് സ്വാഗതം. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ലിയോടെക് സോളാർ സൊല്യൂഷൻസ്, പവർഡ് ബൈ മയിൽ ഫുഡ് സ്റ്റഫ്സ്, മൂക്കന്നൂർ, സിറ്റി ടവർ, സിറ്റി വിയർ ആൻഡ് സിറ്റി ഷൂസ്, അങ്കമാലി ആൻഡ് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ആരോപണം തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ കർശന നടപടി, ഒരു വിട്ടുവീഴ്ചയും ഉണ്ടാകില്ല. വി.ഡി. സതീശൻ. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ആരോപണങ്ങളിൽ പ്രതികരണവുമായി പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ. പാർട്ടിക്കകത്തുള്ള ഏതു നേതാവിനെതിരായും ഇതുപോലെ ഗുരുതരമായ ആരോപണങ്ങൾ വന്നാൽ ഗൌരവമായി പരിശോധിക്കുകയും മുഖം നോക്കാതെ നടപടിയെടുക്കുകയും ചെയ്യുമെന്ന് വി.ഡി. സതീശൻ പറഞ്ഞു. അതിൽ ആരായാലും ഒരു വിട്ടുവീഴ്ചയുമില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. കോൺഗ്രസിനകത്ത് ഒരാൾ ആരോപിക്കപ്പെടുന്ന തരത്തിലുള്ള ഗുരുതരമായ കുറ്റകൃത്യം ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു വിട്ടുവീഴ്ചയും ഉണ്ടാകില്ല. കർശനമായി പാർട്ടി കൈകാര്യം ചെയ്യും. ഞാൻ തന്നെ അക്കാര്യത്തിൽ മുൻകൈയെടുക്കും, അദ്ദേഹം പറഞ്ഞു. പെൺകുട്ടിയെ വിവാദ കേന്ദ്രമാക്കുവാൻ ഉദ്ദേശിക്കുന്നില്ല. എനിക്ക് എന്റെ മകളെപ്പോലൊരു കുട്ടിയാണ്. തെറ്റായിട്ടുള്ള ഒരു മെസ്സേജ് ഒരാൾ അയച്ചുവെന്ന് മകളെപ്പോലെ കാണുന്ന ഒരു കുട്ടി വന്ന് പറഞ്ഞാൽ ഒരു പിതാവ് എന്ത് ചെയ്യും? അത് ഞാൻ ചെയ്തിട്ടുണ്ട്, അദ്ദേഹം പറഞ്ഞു. വിഷയം ഇപ്പോഴാണ് തങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടതെന്നും അദ്ദേഹം പറഞ്ഞു. പാർട്ടിയുടെ മുൻപിൽ ഒരു പരാതിയും വന്നിട്ടില്ല, എന്നെയും സമീപിച്ചിട്ടില്ല. ഇപ്പോഴാണ് ഇത്തരമൊരു ആരോപണം ശ്രദ്ധയിൽപ്പെട്ടത്. ഗൌരവമുള്ള പരാതി മുന്നിലെത്തുമ്പോൾ ഗൌരവത്തോടെ പരിശോധിക്കും. പാർട്ടി പരിശോധിച്ച് നടപടിയെടുക്കും, അദ്ദേഹം പറഞ്ഞു. രാഹുൽ ഗാന്ധി നയിക്കുന്ന വോട്ട് അധികാർ യാത്ര ബീഹാറിൽ പുനരാരംഭിച്ചു. വോട്ട് തട്ടിപ്പും വോട്ടർ പട്ടികയിലെ ക്രമക്കേടും ആരോപിച്ച് രാഹുൽ ഗാന്ധി നയിക്കുന്ന വോട്ട് അധികാർ യാത്ര ബീഹാറിൽ വീണ്ടും സജീവമായി. ഉപരാഷ്ട്രപതി തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട തിരക്കുകൾ കാരണം താൽക്കാലികമായി നിർത്തിവച്ചിരുന്ന യാത്രയാണ് ഇപ്പോൾ പുനരാരംഭിച്ചത്. ആർജെഡി നേതാവ് തേജസ്വി യാദവിന്റെ നേതൃത്വത്തിൽ ചന്ദൻ ബാഗ് ചൌക്കിൽ നിന്നാണ് യാത്രയുടെ രണ്ടാം ഘട്ടം തുടങ്ങിയത്. ഡൽഹിയിലെ ഔദ്യോഗിക പരിപാടികൾക്ക് ശേഷം വൈകുന്നേരത്തോടെ രാഹുൽ ഗാന്ധിയും യാത്രയിൽ ചേരുമെന്നാണ് റിപ്പോർട്ടുകൾ. ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ഇന്ത്യ സഖ്യത്തിന്റെ പ്രചാരണ പരിപാടിയുടെ ഭാഗമായാണ് ഈ യാത്ര സംഘടിപ്പിക്കുന്നത്. വോട്ടവകാശം സംരക്ഷിക്കുക, വോട്ടർ പട്ടികയിലെ ക്രമക്കേടുകൾക്കെതിരെ പ്രതിഷേധിക്കുക എന്നിവയാണ് യാത്രയുടെ പ്രധാന ലക്ഷ്യങ്ങൾ. 16 ദിവസത്തിനുള്ളിൽ 30 മണ്ഡലങ്ങളിലൂടെ 1300 കിലോമീറ്ററാണ് ഈ യാത്ര പിന്നിടുക. യാത്രയ്ക്ക് ബീഹാറിലെങ്ങും വലിയ ജനപിന്തുണ ലഭിക്കുന്നുണ്ട്. ഭാര്യയെ തലക്കടിച്ച് കൊലപ്പെടുത്തുവാൻ ശ്രമിച്ച ഭർത്താവ് അറസ്റ്റിൽ. മദ്യപാനത്തെ ചൊല്ലിയുണ്ടായ തർക്കത്തെ തുടർന്ന് ഭാര്യയെ ചുറ്റിക കൊണ്ട് തലക്കടിച്ച് കൊലപ്പെടുത്തുവാൻ ശ്രമിച്ച ഭർത്താവ് അറസ്റ്റിൽ. എറണാകുളം ഏനാനല്ലൂർ സ്വദേശി അനന്തുചന്ദ്രനാണ് അറസ്റ്റിലായത്. ഗുരുതരമായി പരിക്കേറ്റ ഭാര്യയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇന്നലെ രാത്രിയാണ് സംഭവം. സ്ഥിരമായി മദ്യപിച്ച് വീട്ടിലെത്തിയിരുന്ന അനന്തുവുമായി ഭാര്യ വഴക്കിടുന്നത് പതിവായിരുന്നു. അത്തരത്തിലുണ്ടായ ഒരു വാക്കുതർക്കത്തിനിടെയാണ് അനന്തു ചുറ്റിക ഉപയോഗിച്ച് ഭാര്യയുടെ തലക്കടിച്ചത്. ആക്രമണത്തിന് ശേഷം ഇയാൾ വീട്ടിൽ നിന്നും കടന്നുകളഞ്ഞു. സംഭവം ശ്രദ്ധയിൽപ്പെട്ട അയൽവാസികളും ബന്ധുക്കളും ഉടൻ തന്നെ പോലീസിനെ അറിയിക്കുകയും യുവതിയെ ആശുപത്രിയിൽ എത്തിക്കുകയും ചെയ്തു. തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ യുവതി അതീവ ഗുരുതരാവസ്ഥയിൽ ചികിത്സയിലാണ്. തുടർന്ന് പോലീസ് നടത്തിയ അന്വേഷണത്തിൽ ഒളിവിൽ പോയ അനന്തുവിനെ കണ്ടെത്തുകയായിരുന്നു. ഇയാളെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. സംഭവത്തിൽ വിശദമായ അന്വേഷണം നടക്കുകയാണെന്നും പോലീസ് അറിയിച്ചു. രാഹുൽ മാങ്കൂട്ടത്തിൽ പുറത്തേക്ക്. യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്തേക്ക് അബിൻ വർക്കി, കെ.എം. അഭിജിത്ത്, ജെ.എസ്. അഖിൽ പരിഗണനയിൽ. അശ്ലീല സന്ദേശ വിവാദത്തിന് പിന്നാലെ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനം രാജിവെക്കാനൊരുങ്ങി രാഹുൽ മാങ്കൂട്ടത്തിൽ. രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെച്ചാൽ അബിൻ വർക്കി, കെ.എം. അഭിജിത്ത്, ജെ.എസ്. അഖിൽ എന്നിവരെ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്തേക്ക് പരിഗണിക്കുന്നു. അധ്യക്ഷ സ്ഥാനത്തു നിന്നും രാഹുലിനെ മാറ്റിയാലും എംഎൽഎ സ്ഥാനത്ത് തൽക്കാലം തുടരും. രാഹുൽ വ്യക്തത വരുത്തണമെന്ന് യൂത്ത് കോൺഗ്രസിൽ ആവശ്യം ഉയരുകയാണ്. സംസ്ഥാന കമ്മിറ്റി വാട്സ്ആപ്പ് ഗ്രൂപ്പിലാണ് ചർച്ച നടക്കുന്നത്. വിഷയത്തിൽ രാഹുൽ നിശബ്ദത വെടിയണമെന്നും വ്യക്തത വരുത്തണമെന്നും വനിതാ നേതാവ് ആവശ്യപ്പെട്ടു. ആരോപണം ശരി അല്ലെങ്കിൽ രാഹുൽ വിശദീകരിക്കണമെന്നും കൂടുതൽ നേതാക്കൾ ആവശ്യപ്പെട്ടു. അതേസമയം വിഷയത്തിൽ രാഹുൽ ഇതുവരെയും പ്രതികരിച്ചിട്ടില്ല. ആരോപണങ്ങളിൽ കോൺഗ്രസ് നേതൃത്വം വെട്ടിലായതിന് പിന്നാലെയാണ് യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനം രാജിവെക്കുവാൻ നിർദ്ദേശം നൽകിയത്. അശ്ലീല സന്ദേശ വിവാദത്തിൽ എഐസിസി ഇടപെട്ടിരുന്നു. പരാതികൾ അന്വേഷിക്കുവാൻ കെപിസിസിക്ക് നിർദ്ദേശവും നൽകിയിരുന്നു. ഹൈക്കമാൻഡിന് ലഭിച്ച ചില പരാതികൾ കെപിസിസിക്ക് കൈമാറിയതായും സൂചനയുണ്ട്. പുനഃസംഘടനയ്ക്ക് ഒപ്പം തന്നെ യൂത്ത് കോൺഗ്രസിന്റെ പുതിയ അധ്യക്ഷനെ പ്രഖ്യാപിക്കുവാനുള്ള നീക്കം കൂടിയാണ് നിലവിൽ നടത്തുന്നത്. പീരുമേട് കാട്ടാന ആക്രമണം. കൊല്ലപ്പെട്ട സീതയുടെ കുടുംബത്തിന് നഷ്ടപരിഹാര തുക നൽകാതെ വനംവകുപ്പ്.
ഇടുക്കി പീരുമേട് പ്ലാക്കത്തടത്ത് കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ട സീതയുടെ കുടുംബത്തിന് നഷ്ടപരിഹാര തുക നൽകാതെ വനംവകുപ്പ്. കാട്ടാന ആക്രമണത്തിലാണ് സീത കൊല്ലപ്പെട്ടതെന്ന് പോലീസ് കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നു. തന്നെ പ്രതിയാക്കുവാൻ ഗൂഢാലോചന നടന്നുവെന്നും സീതയുടെ ഭർത്താവ് ബിനു മാധ്യമങ്ങളോട് പറഞ്ഞു. സീതയുടെ മരണം കാട്ടാന ആക്രമണത്തിലാണെന്ന റിപ്പോർട്ട് പോലീസ് കോടതിയിൽ സമർപ്പിച്ചിട്ട് ആഴ്ചകൾ കഴിഞ്ഞിട്ടും താൻ പ്രതിയാണെന്ന ധാരണയിലാണ് വനംവകുപ്പ് ഇപ്പോഴും എന്നാണ് സീതയുടെ ഭർത്താവ് ബിനു പറയുന്നത്. വനം വകുപ്പും ഫോറൻസിക് സർജനും ചേർന്ന് ഗൂഢാലോചന നടത്തിയെന്ന് ഊരുമൂപ്പൻ രാഘവൻ പറഞ്ഞു. ജൂൺ 13-നാണ് സീത കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. മരണം കാട്ടാന ആക്രമണത്തിലല്ല എന്ന ഫോറൻസിക് സർജന്റെ പ്രസ്താവനയായിരുന്നു വിവാദമായത്. നിലവിൽ കേസ് കോടതിയിൽ നിൽക്കുന്നതിനാണ് ധനസഹായം നൽകുവാൻ വൈകുന്നതെന്ന് വനം വകുപ്പും പ്രതികരിച്ചു. പുട്ടു രുചികരമാവണമെങ്കിൽ മയിലിന്റെ പുട്ടുപൊടി തന്നെ വേണം. അതിന് ചെമ്പാപ്പുട്ടാണെങ്കിലും അങ്ങനെ തന്നെ. മയിൽ റൈസ് ആൻഡ് ഫുഡ് പ്രൊഡക്ട്സ്, ശ്രേഷ്ഠം സമ്പുഷ്ടം. കോൺഗ്രസിൽ ഗ്രൂപ്പ് പോര് ശക്തി പ്രാപിക്കുന്നു. എ ഗ്രൂപ്പിന്റെ നേതാവാകുവാൻ ചാണ്ടി ഉമ്മൻ. ഒരു കാലത്ത് എ ഗ്രൂപ്പിന്റെ അവസാന വാക്കായിരുന്നു ഉമ്മൻചാണ്ടി. എ ഗ്രൂപ്പ് ആരംഭിച്ചത് എ കെ ആന്റണി ആണെങ്കിലും ഗ്രൂപ്പിനെ എല്ലാ കാലത്തും പിടിച്ചു നിർത്തിയത് ഉമ്മൻചാണ്ടിയായിരുന്നു. വയലാർ രവിയും പി സി ചാക്കോയും എ ഗ്രൂപ്പ് വിട്ടുപോയപ്പോഴും എ ഗ്രൂപ്പിനെ പ്രതാപത്തോടെ ഉമ്മൻചാണ്ടി മുന്നോട്ട് കൊണ്ടുപോയി. എ ഗ്രൂപ്പിന്റെ കൈകളിൽ സുരക്ഷിതമായിരുന്നു സംസ്ഥാന ഭരണം. എന്നാൽ സോളാർ കേസിന്റെ പശ്ചാത്തലത്തിൽ ഉമ്മൻചാണ്ടിക്കെതിരെ കോൺഗ്രസിൽ നീക്കങ്ങൾ സജീവമായി. ഇതോടെയാണ് എ ഗ്രൂപ്പിന്റെ ആധിപത്യം അവസാനിക്കുന്നത്. ഭരണം നഷ്ടമാവുകയും രമേശ് ചെന്നിത്തല പ്രതിപക്ഷ നേതാവാവുകയും ചെയ്തതോടെ എ ഗ്രൂപ്പിന്റെ ശക്തി ക്ഷയിച്ചു. മലപ്പുറത്ത് കാട്ടാന ആക്രമണം, വയോധിക കൊല്ലപ്പെട്ടു. മലപ്പുറം കിഴക്കേ ചാത്തല്ലൂരിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ വയോധിക കൊല്ലപ്പെട്ടു. കിഴക്കേ ചാത്തല്ലൂരിൽ പട്ടീരി വീട്ടിൽ കല്യാണിയമ്മയാണ് മരിച്ചത്. വീടിനടുത്ത ചോലയിലേക്ക് പോകുമ്പോഴാണ് ആക്രമണം. വനമുദ്യോഗസ്ഥർ ആനയെ തുരത്തുന്നതിനിടെയാണ് സംഭവം. ആന തുമ്പിക്കൈകൊണ്ട് അടിക്കുകയായിരുന്നുവെന്നാണ് വിവരം. മൃതദേഹം മഞ്ചേരി മെഡിക്കൽ കോളേജിൽ. ഒറ്റയടിക്ക് കൂടിയത് 400 രൂപ ഇന്നത്തെ സ്വർണവില. സംസ്ഥാനത്ത് സ്വർണവില ഉയർന്നു. സ്വർണവില ഇന്ന് 400 രൂപയാണ് വർദ്ധിച്ചത്. 73,840 രൂപയാണ് ഒരു പവൻ സ്വർണത്തിന്റെ വില. ഗ്രാമിന് 50 രൂപയാണ് വർദ്ധിച്ചത്. 9,230 രൂപയാണ് ഒരു ഗ്രാം സ്വർണത്തിന്റെ വില. 12 ദിവസത്തിനിടെ 2,300 രൂപ കുറഞ്ഞ ശേഷമാണ് ഇന്ന് വില ഉയർന്നത്. റെക്കോർഡുകൾ ഭേദിച്ച് കുതിച്ച സ്വർണവിലയിൽ ഈ മാസം 9-ാം തീയതി മുതലാണ് ഇടിവ് രേഖപ്പെടുത്തുവാൻ തുടങ്ങിയത്. ഓഗസ്റ്റ് 8-ന് രേഖപ്പെടുത്തിയ 75,760 രൂപയാണ് റെക്കോർഡ് ഉയരം. മറ്റൊരു വാർത്തയുമായി കണ്ടുമുട്ടുന്നതുവരെ നന്ദി, നമസ്കാരം.